അയ്യയ്യേ, നിങ്ങൾക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ. പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങൾ ഓടിച്ചിട്ട് അടിക്കൂലേ? അടിക്കും. പക്ഷെ പറയാതിരുന്നാൽ ഒടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. റീൽസിൽ തുടങ്ങിയുള്ളൂ. ഇവിടെ വെച്ചല്ല, അവിടെ ആരെയാണ്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി. വാ. ഗീതുവിന്റെ ബന്ധുക്കളാ? അതെ. ഗീതുവിന്റെ ആരായിട്ട് വരും? അച്ചമ്മയാ ഞാൻ. ഗീതുവിന്റെ അച്ഛമ്മ. എന്തൊരു നല്ല അച്ഛമ്മ. അച്ഛമ്മ അനുഗ്രഹിക്കണം. ഗീതുവിന്റെ ചെറിയമ്മ. ഗീതുവിന്റെ ചെറിയമ്മ. നല്ല ഉഗ്രം ചെറിയമ്മ. ചെറിയമ്മ അനുഗ്രഹിക്കണം. ഇത് ഇവിടുത്തെ വേലക്കാരി. വേല തന്നെ, വേല. സോറി, വേലക്കാരികളെ കണ്ട പണ്ടേ ജീവിക്കുന്നത്. നിങ്ങളുടെ കഥയുടെ പേരെന്താ പറഞ്ഞത്? അത് പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? അതേ മുതലാളി, അവിടെ കഥയെടുത്ത് തുടങ്ങി. എടാ മാസ്റ്ററെ, നീ ഇത് കേട്ടോ? എന്താ മുതലാളി? ഓ പൊട്ടൻ. എടാ അവന്മാര് കഥയ്ക്ക് പേരിട്ടെന്ന്. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. ഫസ്റ്റ് ക്ലാസ് പേര്. പോയി തൂക്കടാ തെണ്ടികളെ. മര്യാദയ്ക്ക് കുളിക്കാൻ പോലും തെണ്ടികൾ സമ്മതിക്കില്ല. നീയൊക്കെ പാലത്തറക്കാരെ പറ്റി കഥ എഴുതും അല്ലേടാ? രണ്ടിന്റെ നാവ് ഞങ്ങൾ അറിയും. ഇവിടത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. മാസ്റ്റർ. ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കും മനസ്സിലായി. ശരി, എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എഴുതേണ്ട കഥ ഞാൻ പറഞ്ഞുതരാം. മാടശ്ശേരി തമ്പി അഥവാ പരമനാറി. അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാട് മുഴുവൻ ഉണ്ണികളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവനിവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥ കേട്ട് നാട്ടുകാരവനെ ചുട്ടുകരിക്കണം. എന്താ? അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ തല്ലും. തല്ലും. ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. ഏതാ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിച്ചോ. നീ ആരുടെ കയ്യിൽ നിന്ന് മരിക്കാൻ പോണേ? അയ്യോ, ഈ നമ്മുടെ പോകാതെ പോകും. എന്താ ഇതിനൊരു പാലിന്റെ ചൊവ്വ? ഇന്നേ വരെ അവൻ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലുമില്ല. ദാരിദ്ര്യവാസിയാ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ? എനിക്ക് മതി. ദാ ആ കുട്ടിയെ കണ്ടുപിടിക്ക്. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അമ്മായി, ഈ പാൽക്കഞ്ഞി കുടിച്ച വെളുക്കോ? വെളുക്കൂടാ, വെളുക്കും. ഈ കുടിപ്പാണ് കുടുംബം വെളുക്കും. ഇറക്കി വിടാ മനസ്സിലടാ മാക്രി. ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഈ പടി ഇറങ്ങിയ രണ്ടിലെ ചുട്ടുകളെ കാണാവില്ല ആർക്കാ ഇവിടെ കയ്യൂക്കം. ഞാൻ നോക്കിക്കോളാം. മുന്നേ ഇറങ്ങി വേണം. ഗാനഭൂഷണം സതീഷ് കൊച്ചിനാ പറയുന്നത്. എടാ നിന്നോട് ഞാനാ പറയുന്നത്. ഇറങ്ങി വേണ പുല്ല്. കേറി വേണ പുല്ല്. ഇറങ്ങി വരാൻ. കേറി വരാൻ. കേറി വേണം. മാസ്കിനെ അടിക്കും. നിന്നെ അടിക്കൂടാ. കുരുക്കള തൊഴിച്ചോ. അവരെനിക്ക് വിട്ടു തന്നാലും അടിവേര് നോക്കി ചവിട്ടണ അങ്ങോട്ട്. നീ ചവിട്ടണ.
വിളിച്ചട ഗീതു അവിടെ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തപ്പി. ഞങ്ങള് തടി തപ്പി വന്നതല്ലേ? നിങ്ങൾക്ക് എന്തിനാ തടി? വടക്കേ പുറത്തൊരു നല്ല തടി കിടപ്പുണ്ട്, മാഞ്ചിയം. അത് പറ്റുമോ നോക്കുക. മാഞ്ചിയത്തെ പറ്റി ആടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കഴുത്തിയാൻ പറ്റും. സ്റ്റേജ് കെട്ടാനാണെങ്കിൽ നല്ല മുള്ളുള്ള മുരുക്കിന്റെ തടി ഉണ്ടല്ലോ, അതുപോലെ. മുരുക്ക് ആ തടിയല്ല, ഞങ്ങളുടെ തടി അപകടത്തിലാന്നാ പറഞ്ഞു. വേഗം പറ ഗീതു അവിടെ. ഗീതുമോൾ അകത്തുണ്ട്. ഗീതു, 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 ഗീതു. ഗീതുവിന്റെ ബന്ധുക്കൾ ഞങ്ങൾ ഉണ്ടല്ലോ, വേൾഡ് കപ്പിൽ ഫുട്ബോൾ തട്ടുമ്പോൾ തട്ടി കളിച്ചത്. ഒരു വിധത്തിൽ അവിടെ രക്ഷപ്പെട്ടു വന്നത്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നത്? ആവശ്യമില്ലാത്തടത്തൊക്കെ പോകാൻ പോയത്? ആവശ്യമില്ലാത്തടത്തോ? ഗീതുവിന്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെയും കൂടി ബന്ധുക്കളല്ലേ? അതെ. ഗീതു എത്രയും പെട്ടെന്ന് ഈ വിവരം ബന്ധുക്കളെ അറിയിക്കണം, എന്നാലേ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂ. ഏത് വിവരം? നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള വിവരം. ഇനി അതെന്തിനാ മറച്ചു വെക്കുന്നത്? താൻ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ പ്രേമോ? അതെ, ഈ വിവരം ഒന്നും ഇനിയിപ്പോ ബന്ധുക്കളെ ആരെ അറിയിക്കാൻ നിൽക്കണ്ട. ഗീതുവിന്റെ ബന്ധുക്കളൊക്കെ വെറും ചെറ്റകളാ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ കല്യാണം നടത്താം. എന്തേ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമല്ലേ? ദേ, ഇവര് നിങ്ങളെ തല്ലു ഒളിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അല്ലാതെ ഇവിടെ ആർക്കും പ്രേമവും കുന്തവും ഒന്നുമില്ല, മനസ്സിലായോ? ഗീതു എന്തായി പറയുന്നത്? ഞാൻ ഗീതുവിന്റെ അച്ഛമ്മയുടെയും ചെറിയമ്മയുടെയും അനുഗ്രഹവും അനുവാദവും ഒക്കെ വാങ്ങി പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് കല്യാണത്തിന് തയ്യാറായി നിൽക്കുക. ഈ സമയത്ത് ദുഷ്യന്തൻ ശകുന്തലോട് പറഞ്ഞ പോലെ എന്നോട് പറയരുത്. തമാശ കളിക്കരുത്. അവസാന നിമിഷം ഗീതു കാലം പറയാനുണ്ടല്ലോ, ഈ മണ്ണിൽ രണ്ട് ശവങ്ങൾ വീഴും. ഞങ്ങൾ രണ്ടുപേരുടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇനി ഇവിടെ നിന്നാ എന്താ ഉണ്ടാവാന്ന് രണ്ടാൾക്കും നല്ലോണം അറിയാലോ. അപ്പൊ നീ എന്നോട് നുണ പറഞ്ഞതല്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഓടിക്കോ. ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഓടാ. നീയൊക്കെ ഞങ്ങളെ കൊലക്കി കൊടുക്കാൻ കൂടുന്നതാണല്ലേ? അതെ, നീയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഹോസ്റ്റലിലേക്ക് വാടി, ശരിയാക്കി തരാൻ ഞാൻ. അതിന് നീയൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? അയ്യോ, കളിയാക്കല്ലേ. ഗീതുവിനെ കെട്ടാൻ പോണ ചെറുക്കനാ. ഇവിടെയൊക്കെ പോലുള്ള പണക്കാരി പെമ്പിളാണ് സ്ഥിരം നമ്പരായത്. പ്രേമിച്ചിറന്നിട്ട് ഒടുവിൽ സീരിയസ് ആകുമ്പോ സഹോദരിയെ പോലെ കാണാൻ പറയും. സഹോദരിയെ പോലെ കാണാൻ പറ്റിയ ആളുകള് അതിനെ നല്ല കുടുംബത്തിൽ ജനിക്കണം കേട്ടാ. മതി. വന്നേ. ആ ഞങ്ങള് പോവാ. അനിത പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത്? സത്യം പറഞ്ഞ ഞങ്ങളവിടെ മുഴു പട്ടിണിയിലായിരുന്നു. വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാട്ടിയിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്ക. പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും മാപ്പ്. പടാ. പാമ്പിക്കൂടല്ല. ഭയങ്കര ഹലോ ഹലോ, എങ്ങോട്ടായി രാത്രിയില്? ഞങ്ങൾ ഒളിച്ചോടി പോവാ. പോയില്ലെങ്കിൽ എല്ലാവരും കൂടി ഞങ്ങളെ തല്ലിക്കൊല്ലും. ഏയ്, നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യൂല. രാത്രിയും പകലും ഞങ്ങൾ ഇവിടെ കാവല് നിന്നോളാം കേട്ടോ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതൊന്നും സാരമില്ലടി. എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി. ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു. നീ കിടക്ക്. എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു. ദേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാ എന്റെ സങ്കടം. മതി, കിടന്നുറങ്ങ്. മാടശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണം. തമ്പിയെ ചതിച്ചതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ആ കഥ പറയാതെ നിങ്ങൾ ഈ നാട്ടിൽ ശ്രദ്ധിക്കണില്ല.
തമ്മിൽ കല്യാണം കഴിച്ചു തോന്നണേ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഥ എഴുതിക്കോ. നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോ. 22 മണിക്കൂർ ഞങ്ങളുടെ കാവലുണ്ടാവും. 22 23. ഒരു മണിക്കൂർ റെസ്റ്റ്. അകത്തോട്ട് കേറിക്കോ, അകത്തോട്ട് കേറിക്കോ. അല്ല, ഞങ്ങളുടെ മുറി ഇതല്ല, അപ്പുറത്താ. അതെ അതെ, നിങ്ങൾ വെക്കോ, ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം. അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് എഴുതിക്കോ, ഞങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് വേണ്ട ചേട്ടാ. Close the door. Okay. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഹാർമോണി ഇരിക്കെ, തബല ഇരിക്കെ, ആ ചിരട്ടത്തലേനെ അവിടെ ഇരിക്കെ. ആരും ഉറങ്ങ. അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തനായിട്ടാ. നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ തന്നെ പറയാം എല്ലാരോടും, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തല മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവാ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരെവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. ഇങ്ങോട്ട് വരണ്ട. ആരുമില്ല, ഓടിക്കോ. ഇവന്മാരെവിടെ പോയി? വേഗം വാ. വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടാ. എന്താ ഒക്കെ റെഡിയാ? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ. ഒക്കെ ഈ പെൺകുട്ടികളുടെ ബുദ്ധിയേ. മനസ്സിലായിടി, ചാക്കി കെട്ടി പുഴയെത്താത്താനുള്ള പരിപാടിയാണല്ലേ. നിന്റെയൊക്കെ തന്തമാരെ പിടിച്ച് കേട്ടടി ചാക്കിനകത്ത്. കഥാപ്രസംഗക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ. പരിപാടി ലേശം കുറഞ്ഞാലും ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാധികം ചാക്കി കയറുന്ന ഗതികേട് വന്നിട്ടില്ല. പുല്ലേ, എടാ, നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലടാ പുല്ലേ. പിള്ളച്ചേട്ടാ, ഇവളുമാരെ ഒന്നിനും വിശ്വസിക്കരുത്. ഒക്കെ ചതിയത്തികളാ. അതെ, ഒന്നിനെ. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോ. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാ. ചാക്ക് ഇവിടെ. ആ ചേട്ടനെ എന്താ മുളക് ചാക്ക്? ചാക്കൊക്കെ നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാറില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ ശവപ്പെട്ടി മൂടറി. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. എന്താടി, ചാക്കിനകത്ത് പോലും സ്വസ്ഥത തരില്ല അല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ്, ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ, ഗീത് തന്നാ. ആ ചാക്ക പൊക്ക് പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കയറുന്ന ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കിടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട നോക്കണേ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എന്റെ തന്തയ്ക്ക് വിളിച്ചേച്ച് അവൻ എവിടെ പോയടാ? അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന്. നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്ക്, ഇനിയൊരു പടിയുണ്ട്.
കാല് പൊക്കി വെക്ക്, ഇനി ഒരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ, അത് തന്നെയാണിത്. ഇത് TT വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ, കയറി കിടന്നു. ഏയ് ഒരാളവിടെ പോയി. ദേ അവിടെ, അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണോ. അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ. അപ്പൊ നിനക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ മോനെ, വാ. ആ വാ മോനെ, ഇവിടെ കയറി കിടന്നോട്ടാ, സുഖമായിട്ട് കിടന്നോ. ആ ഇതെന്താ ഈ ഞാണ്ട് കിടക്കണത്? അത് കാലാ. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ രണ്ട് തലയുണ്ട്. ആ തള്ളിക്കോ. ഹെ. ഇതെന്താ അങ്ങോട്ട് പോണേ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ, ഇന്ന് തള്ളു. ആ ഓ, എന്തൊരു മുടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? ദേ നോക്കിയേ, കരാട്ടെ. കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും വിട്ടാണോ? ഓ പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി വന്നില്ലേ, കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. അങ്ങനായിട്ട്